നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് വിവാഹത്തിന് ഉള്ള സന്ദേശം നൽകുന്നതിന് മുൻപ് ഈ ഒരു വിവാഹത്തിന് ഈ സന്ദേശം എങ്ങനെ നൽകണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവ് പ്രേരിപ്പിച്ച ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഈ മണവാളനെയും മണവാട്ടിയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ഷാജിച്ചാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മണവാളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വേണമെങ്കിൽ ഷാജിച്ചാൻ തന്നെ മണവാട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ഒരാളുടെ കയ്യിൽ 2 പണി ഏൽപ്പിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാണ് അത് ഗണേശനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. കാരണം ഷാജിച്ചാനും വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന കുട്ടിയാണ് ഷാരോൺ. ഇവർ രണ്ടുപേരും സുവിശേഷ വേലയിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും ഒരു മിഷണറി ദർശനം ഉള്ളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പ്രപ്പോസൽ വരുമ്പം നമ്മൾ മുൻപോട്ട് ചിന്തിക്കുന്നത് ഒരു മിഷണറി കുടുംബം അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു കുടുംബം ഉണ്ടാകുന്നു എന്നുള്ളത് സന്തോഷമാണ് നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ ഈ സഭയെ അഭിസംബോധന ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് മിഷണറി വേല അല്ലെങ്കിൽ സുവിശേഷ വേല എന്നൊക്കെ പറയുന്നത് യൗവനക്കാർ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയാണ്. എല്ലാം പ്രായമായ അപ്പച്ചന്മാർ റിട്ടയർ ചെയ്ത ശേഷം ഇറങ്ങുന്നൊരു മേഖലയാണ് ഇന്ന് പൊതുവെ സുവിശേഷീകരണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ യൗവനത്തിൽ തന്നെ കർത്താവിനെ അറിയുവാനും കർത്താവിനെ അറിയിക്കുവാനുമുള്ള കോളിങ്ങുള്ള അനേക സഹോദരങ്ങൾ, മക്കൾ നമുക്കുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇവരെയും ഒരു മിഷണറി കുടുംബമായിട്ട് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ തന്നെ അവരെ നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന് കാരണം ഇവിടെ ഒരിക്കലും തീരാത്ത ജാതിയുടെ പോരാട്ടമാണ്. ഈ ഭ്രാന്താലയം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്നത്. ഇന്ന് ഈ ഭ്രാന്താലയത്തിന് കാവൽ നിൽക്കുന്നത് വിശ്വാസികളാണ്, ഉപദേശിമാരാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വേദനാജനകമായ കാര്യം. അവർ ബോധപൂർവം ഭ്രാന്തന്മാരെ സൃഷ്ടിക്കുന്നു, ജാതി വ്യവസ്ഥയെ ഊട്ടി ഉറപ്പിക്കുന്നു, ജാതിക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാതിരിക്കാൻ, ജാതിക്കുള്ളിൽ തന്നെ കിടക്കാൻ മക്കളെ ഉത്ബോധിപ്പിക്കുന്നു. വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പം ബാബേൽ ഗോപുരം പണിയുന്ന സമയത്ത് ദൈവത്തോടുള്ള മത്സരമായിട്ട് ജനങ്ങളെല്ലാം എഴുന്നേറ്റ് ഒരു ഗോപുരം പണിത് ആകാശത്തോളം ഇത് എത്തിക്കാമെന്നും നമ്മളിനി ഒരിടത്തും ചിതറിപ്പോവുകയില്ല എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ഈ ഗോപുരം പണിയുന്ന സമയത്ത് ദൈവരുടെ ഭാഷയെ കലക്കി അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ടു. അങ്ങനെ കുറേ ആൾക്കാർ ഇന്ത്യയിലും വന്നു. കുറേ ആൾക്കാർ ഓരോരോ കോർണറിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിതറപ്പെട്ടു. പല ഭാഷകളും ജാതികളും വംശങ്ങളും ഉണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം യേശുക്രിസ്തുവിൽ പിന്നെയും എല്ലാവരെയും ഒന്നായി ചേർക്കുക എന്നുള്ളതായതുകൊണ്ട് കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിൽ പോയ ശേഷം അവൻ പരിശുദ്ധാത്മാവിനെ നൽകുകയും പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്ന ആദ്യത്തെ സന്ദർഭത്തിൽ അവർ ആ മാളിക മുറിയിൽ ഒന്നിച്ചു കൂടിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വരികയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും അന്യഭാഷകൾ അവർ സംസാരിച്ചപ്പോൾ അവിടെ ദേശത്തുള്ള എല്ലാവരും അവരവരുടെ ഭാഷകളിൽ അത് കേൾക്കുകയും ആ ബാബേലിൽ സംഭവിച്ച ശാപം, ചിതറൽ, പെന്തക്കോസ്തിൻ്റെ നാളിൽ അതൊന്നായി എല്ലാവരുടെയും ഭാഷ ഒന്നാകുന്ന ആ ഒരു റീയൂണിയൻ, ഹ്യൂമാനിറ്റിയുടെ റീയൂണിയൻ അണ്ടർ ദ ഹെഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു എന്ന തലയുടെ കീഴിലുള്ള സകല മനുഷ്യരും ഒരുപോലെയാണ് എന്നുള്ള ആ ഒരു സന്ദേശം, ഒരേ ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് അവർ ഒന്നിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, 12-13 വാക്യങ്ങൾ. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കും, എല്ലാം ഒരു ശരീരമായിരിക്കുന്ന പോലെ ആകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ശരീരത്തിൽ ഒറ്റ തല മാത്രമുള്ളത് കർത്താവാണ്. എന്നാൽ അനേകം അവയവങ്ങൾ ഒന്നിച്ചു ചേർത്താണ് കർത്താവിൻ്റെ സഭയാം ശരീരം ഉണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഈ മറ്റ് നാടുകളിലെ പോലെ തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കല്യാണം ആലോചിക്കുമ്പോൾ യാക്കോബായ പാരമ്പര്യത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന മാതാപിതാക്കൾ അവരുടെ മകന് വേണ്ടി അതേ സമുദായത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരിൽ നിന്ന് വിവാഹാലോചനകൾ ക്ഷണിക്കും. നിങ്ങൾ അങ്ങനെയുള്ള പരസ്യങ്ങൾ, പെന്തക്കോസുകാരാണ്, അന്യഭാഷ പറയുന്നവരാണ്, പക്ഷെ അവർക്ക് ഈ കർത്താവിൻ്റെ ആത്മാവ് ഈ ജാതിയെയും മതത്തെ എല്ലാം അതിജീവിച്ച കാര്യം അറിയില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടില്ല, പരിജ്ഞാനമില്ല. അവരിപ്പോഴും റേസിസ്റ്റുകളായിട്ട് അവരുടെ റേസിനെ, അവരുടെ ജാതിയെ മറ്റുള്ള എല്ലാ ജാതികളെക്കാളും ഉത്കൃഷ്ടമായതായിട്ട് കാണുന്നു.
അപ്പോൾ നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ജാതി മറ്റൊരാളുടെ ജാതിയേക്കാൾ നല്ലതെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കർത്താവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ദൈവത്തിനു മുമ്പിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ പാപികളാണ്, ദൈവത്തിൻ്റെ കൃപ ആവശ്യമുള്ളവരാണ്. എല്ലാവരും ഒരുപോലെ പാപികളും എല്ലാവരും ഒരുപോലെ കർത്താവിനെ വേണ്ടവരുമാണ്. ഞാനിത് പറയാനുള്ള കാരണം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയാണ്. ഇത് ഈ വിവാഹത്തെ സംബന്ധിച്ചും കൂടെയാണ്. ഈ വിവാഹം കഴിക്കുന്ന നിഖിലിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ, അവരുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണ്. അപ്പോൾ ഇവരുടെ വിവാഹാലോചനയ്ക്ക് ഇവരുടെ മാതാപിതാക്കൾ വിവാഹം ആലോചിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഏറ്റവും വലിയ തടസ്സം ഇവർ 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെന്നുള്ളതാണ്. ഈ 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഒരു അലിഖിത നിയമമുള്ളതുപോലെയാണ് ഈ സെൻട്രൽ ട്രാവൻകൂറിലെ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ആചാരങ്ങൾ. ഇത് ഞങ്ങൾ 3-ാമത്തെ പ്രാവശ്യമാണ്, 2-ാമത്തെ പ്രാവശ്യമാണ് ഈ വർഷം ഞങ്ങൾ ഇതേ ക്രൈസിസിനെ നേരിടുന്നത്. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ആൾക്കാരും ഇവിടെ പരമ്പരാഗത ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരും തമ്മിൽ വിവാഹത്തിലൂടെ യോജിക്കരുത് എന്നുള്ള ഒരു എഴുതപ്പെടാത്ത പ്രമാണം നടക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ദുഃഖകരമായ കാര്യം. പ്രിയ സഹോദരങ്ങളെ, ഈ കർത്താവ് കൂട്ടിയോജിപ്പിച്ച ആ ഒരു വലിയ ഹ്യൂമാനിറ്റിയുടെ ആ സിംഗിൾനെസ്, അതിൻ്റെ യുണീക്ക്നെസ്, അതിൻ്റെ വണ്ണസിനെ തകർക്കുന്ന ക്രൂരരും ദുഷ്ടന്മാരുമായ ഈ കൂട്ടം ആണ് ഇന്ന് സഭകൾ നടത്തിക്കൊണ്ടു പോകുന്നുള്ളത്. എത്രയോ ദുഃഖകരമാണ്. ഈ വിവാഹത്തിൽ ഇങ്ങനെയൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള നിലയിൽ ഇവരുടെ പിതാവ് ഇവരുടെ സെൻട്രൽ പാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, ഈ കല്യാണത്തിന് നിങ്ങൾ കൂട്ടുനിന്നാൽ ഞാൻ നിങ്ങൾക്ക് സഭ തരില്ല എന്നാണ്. അവർ പറയുന്നത് IPCയിലും PYPയിലും ഒക്കെ ആക്റ്റീവായിട്ടിരുന്ന ഒരു കുട്ടി ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിച്ചപ്പോൾ അതൊരു മോശം മാതൃകയാണ്. എത്രയോ നാളായിട്ട് സുവിശേഷം പറയുന്നത്, എത്രയോ നാളായിട്ട് വിശ്വാസത്തിൽ വന്ന ആൾക്കാരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഞാനും ഒരു മിശ്രവിവാഹിതനാണ്, എൻ്റെ ഭാര്യയും ഹൈന്ദവ മാർഗത്തിൽ വന്ന ആളാണ്. അത് ഞങ്ങളുടെ സഭയിലെ 2 സഹോദരന്മാർ ഈ സെൻട്രൽ പാസ്റ്ററെ നേരിട്ട് പോയി കണ്ടു. ഈ സെൻട്രൽ പാസ്റ്ററെ നേരിട്ട് പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു കാരണവശാൽ ഇങ്ങനെയുള്ള കല്യാണങ്ങൾ അനുവദിക്കാൻ പറ്റത്തില്ല, അത് ശാപമാണ്. അപ്പോൾ രൂത്തും ബോസും കൂടെ കല്യാണം കഴിച്ചത് ശാപമാണെന്നാണോ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് ഇവരെ കെട്ടിപ്പിടിച്ച് ശപിച്ചിട്ട് വിട്ടു. ഇതിന് കൂട്ടു നിൽക്കുന്നവരെല്ലാം ഇതുപോലെ തന്നെ അനർത്ഥങ്ങൾ അനുഭവിക്കുന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടു. ഇത് ഈ മല്ലപ്പള്ളിയിൽ നടക്കുന്ന കാര്യമാണ്. ഇതുപോലെ ദുഷ്ടന്മാരായ കർത്താവിൻ്റെ പേരെടുത്ത് നടക്കുന്ന, സഹോദരനെ സ്നേഹിക്കാത്ത, അവരെ കാണുമ്പോൾ അവരെ വേറൊരു വിഭാഗമെന്ന് കരുതുന്ന ദുഷ്ടന്മാരും കർത്താവിനെ അറിയാത്തവരുമായ ഈ പുരോഹിത വൃന്ദമാണ് അന്നും ക്രിസ്തുവിനെ ക്രൂശിച്ചത്. ഇന്ന് കർത്താവ് ക്രൂശിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയ ശേഷം പുനരുത്ഥാന ശരീരത്തെ വീണ്ടും വിഭജിക്കാൻ, കർത്താവിൻ്റെ പുനരുത്ഥാനം ചെയ്ത ശരീരത്തെ വീണ്ടും ജാതിയുടെ അടിസ്ഥാനത്തിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലും വിഭജിക്കുവാൻ ഇവർ ഒരുങ്ങുന്നു എന്നുള്ളത് എത്ര ധിക്കാരപരമാണ്. അതിൽ എനിക്കുള്ള വിഷമവും ബുദ്ധിമുട്ടും കൂടെ ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ഇത് കേൾക്കേണ്ടവരെല്ലാവരും കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്തൊരു ക്രൂരത കൂടിയുണ്ട്, ജസ്റ്റ് പ്ലെയിൻ ക്രൂവൽറ്റി. ഒരു ഹൈന്ദവ മാർഗം ഒരാൾ വിശ്വാസി വരുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് ഒരാൾ വിശ്വാസി വരുന്നു. അവരിറങ്ങി വരുമ്പോൾ അവരുടെ വീട് അവരെ ഉപേക്ഷിക്കുന്നു. ഇവരുടെ ആഭരണമല്ല ഒരു പെൺപിള്ളേരെ. ഇതിപ്പോൾ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് ദർ ഇസ് സം അഡ്വാൻറ്റേജ്. ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആഭരണം ഊരി വെള്ളവസ്ത്രം ധരിച്ച് അവർ ഈ പെന്തിക്കോസ്കാരുടെ കൂടും. അപ്പോൾ ഇനി അവർക്ക് ഇവരുടെ ഈ പെൺകുട്ടിയുടെ കല്യാണം ആലോചിക്കാൻ പറ്റില്ല. എന്നാൽ ഇവിടെ ഉള്ള ആരും കല്യാണം കഴിക്കുകയില്ല. അപ്പോൾ അവർ എങ്ങോട്ട് മുമ്പോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാത്തൊരു പ്രതിസന്ധി. എന്നാൽ പിന്നെ ഇവരുടെ സുവിശേഷം പറയാൻ പോകാതിരിക്കണ്ടേ? അപ്പോൾ ആൾക്കാർ കൂടണം. പക്ഷേ ഇവരെ നമ്മുടെ കൂട്ടത്തിലേക്ക് കൂട്ടാൻ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം അവിടെ ആകുമ്പോൾ ബ്ലോക്കാവും. ഞാനിത് പറയുന്നത് ശരിക്കും ഈ 3-4 ദിവസമായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വേദനയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് എൻ്റെ അപമാനമാണതെന്നാണ്. ഹീ ഈസ് ബീങ് അബ്യൂസ്ഡ്, ക്രൈസ്റ്റ് ഈസ് ബീങ് അബ്യൂസ്ഡ്. കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കുകയും കർത്താവിൻ്റെ സ്നേഹത്തെ മറച്ചു കളയും. എത്രയോ, ഞാൻ കല്യാണം കഴിഞ്ഞ് 22 വർഷമായി, 23-ാം വർഷമാണ്. എത്രയോ നാളുകൾക്ക് ശേഷം 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ബന്ധു എന്നോട് പറയുന്നത്, നീ ഹിന്ദുവിനെ അല്ലേ കല്യാണം കഴിച്ചു? ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ ഹിന്ദുവിനെ കല്യാണം കഴിച്ചു? ഷി വാസ് ഓൾറെഡി എ മിഷണറി, ഷി വാസ് വർക്കിംഗ് ഇൻ മിഷൻസ്. ഈ ഒരു കാര്യം, അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, യൗവനക്കാരെ, നിങ്ങളിപ്പോഴും നിങ്ങളുടെ ജാതിയും കുലവും നോക്കി പോകുന്നവരെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ ശരീരത്തെ വീണ്ടും ക്രൂശിക്കുന്നവരാണ്. സകലതിനെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ള പിതാവിൻ്റെ ഹിതത്തിനെതിരെ നമ്മൾ മത്സരിക്കുകയാണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്നും
അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഈ സഭകളെ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ, ഈ സെൻട്രൽ ട്രാവൻകൂറിൽ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് എത്ര ലജ്ജാകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ. അവർ വലിയ ജ്ഞാനികളായി അഭിനയിക്കുകയും വളരെ ദുഷ്ടത പ്രവർത്തിക്കുകയും ക്രിസ്തുവിൻ്റെ ശരീരത്തെ അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് വിവാഹം ഇങ്ങനെ നടത്തുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇവർ വിവാഹം കഴിക്കാൻ തയ്യാറായതിലും ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അതിന് ഒപ്പം നിന്ന് എല്ലാവരും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഒരു സ്ത്രീയും പുരുഷനും യുണൈറ്റഡ് ആവുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. അതിനാകെയുള്ളൊരു കണ്ടീഷൻ അവർ വേറെ വിവാഹം കഴിക്കാത്ത സ്ത്രീയും പുരുഷനുമായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. എന്നാൽ വിശ്വാസികളായിരിക്കുമ്പോൾ ഒരു വിവാഹം കഴിക്കുന്ന ഒരു വിശ്വാസി ആയിരിക്കണം എന്ന് വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ഒരേ ദർശനമുള്ളവർ, ഒരേ വിശ്വാസമുള്ളവരാണ് വിവാഹം കഴിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവരുടെ വിവാഹത്തിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകും. അപ്പോൾ എന്തിനാണ് കർത്താവ് ഒരു വിവാഹത്തെക്കുറിച്ച് പറയുന്നത്? എന്തിനാണ് വിവാഹം കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്? വിവാഹം കഴിച്ച പല ആൾക്കാരോട് ഇരിപ്പുണ്ട്. അവരോട് വ്യക്തിപരമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്നത് നല്ലതാണെന്ന് അവർ പറയണമെന്ന് നിർബന്ധമില്ല. സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യാത്ത അവസ്ഥയിലാക്കി ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ദൈവം നോക്കുമ്പോൾ അത് മനോഹരമാണ്. കാരണം വിവാഹം കഴിച്ച ശേഷം വേണ്ടായിരുന്നു ചിന്തിക്കുന്ന അനേകം ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും ഇവൻ ആദം പോലും ചിന്തിച്ചാണ്. ആദമിനെ ആദ്യം ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ആദമിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നല്ലതല്ലെന്ന് പറഞ്ഞ് കർത്താവ് ഹൗവയെ കൊടുത്ത ശേഷമാണ് ആദം ആ പഴം പറിച്ചു തിന്നത്. അപ്പോൾ അവിടെ ഹൗവ എന്നൊരു ഫാക്ടർ ഇല്ലെങ്കിൽ അവിടെ അനുസരണക്കേടും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം നോക്കുമ്പോൾ ആദം ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാളും ദൈവത്തിന് ഇഷ്ടം ഹൗവയുടെ കൂടെ ഇരിക്കുന്നതാണ്. അതിൻ്റെതായ ദുഃഖങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, സ്ട്രഗിൾസ് ഉണ്ട്, പോരാട്ടങ്ങളുണ്ട്. പക്ഷേ ഗോഡ് അപ്പോയിന്റഡ് മാരേജ് എന്നിട്ട് പറഞ്ഞു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതല്ല. കാരണം എന്തിനാണ് ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതല്ലെന്ന് ദൈവം പറയാനുള്ള കാരണം? ദൈവം മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങൾ പങ്കുവെക്കപ്പെട്ട് കാണുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഗോഡ് ഈസ് ഗ്ലോറിഫൈഡ് വെൻ ഹിസ് ആട്രിബ്യൂട്ട്സ് ആർ ഷെയർഡ്. ഉദാഹരണത്തിന് ദൈവം എനിക്ക് തന്ന കാര്യങ്ങളെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിന് എനിക്ക് ലഭിക്കുന്ന ദാനങ്ങളെ ഷെയർ ചെയ്യുവാൻ എന്നെ വളരെ ഇൻറ്റിമേറ്റായിട്ട് അറിയുന്ന, എന്നെ ഏറ്റവും അടുത്തറിയുന്ന ആളുകൾ ആവശ്യമാണ്. അപ്പോൾ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ ദാനങ്ങളെ പങ്കുവെക്കാൻ, ആദമിനാണെങ്കിലും ഇന്നാണെങ്കിലും ദൈവത്തിൻ്റെ ദാനങ്ങളെ പങ്കുവെക്കാനുള്ള ഒരു കൂട്ടാളിയാണ്. അത് മാത്രമല്ല, ഒരു വിവാഹ ജീവിതത്തിലാണ് ശരിക്കും നമ്മുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ തന്നെ തിരിച്ചറിയുന്നത്. നമ്മുടെ കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒരുവിധം നല്ല ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. തന്നെയുമല്ല, ഒരു പരിധിയിൽ വിട്ട് അവർ നമ്മുടെ ജീവിതത്തിലോട്ട് ഇടിച്ചു കയറുന്നുമില്ല. എന്നാൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏരിയയിലേക്ക് അവർ കടന്നു വരും. നമ്മൾ ഇതുവരെ ആരെയും കാണിക്കാതെ മറച്ചു വെച്ചിരുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയുടെ അകത്തേക്ക് ഈ ആൾ കടന്നു വരും. ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും. പക്ഷേ അങ്ങനെ ഒരാളെ ദൈവം നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് കടത്തി വിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടത്തി വിടുന്നത് നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ദാറ്റ്സ് ഗോഡ്സ് പർപ്പസ് ഇൻ മാരേജ്. ചിലപ്പം ഞാൻ വിചാരിക്കുമായിരിക്കും, അയ്യോ ഈ കല്യാണം ഒട്ടും വർക്ക് ചെയ്യുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചാലും ദൈവം അത് മനോഹരമായി വർക്ക് ചെയ്യിപ്പിക്കും. കാരണം ദൈവം നോക്കുമ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കാൻ അത് ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും. അപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഒരു വിവാഹം ഒരിക്കൽ നടന്നു കഴിഞ്ഞാൽ അത് ഫൈനലാണ് എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വിവാഹമില്ല, ഡൈവോഴ്സ് ഇല്ല. ക്രിസ്ത്യൻ ലോ അനുസരിച്ച് ഒരാൾ ഒരിക്കൽ വിവാഹം കഴിച്ചാൽ കുറേ നാൾ കഴിഞ്ഞ് മടുത്ത് ഡൈവോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ അങ്ങനൊരു ഉടമ്പടിയിലാണ് ഈ വിവാഹം കഴിക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ വിവാഹം നടക്കുമ്പോൾ പല ചടങ്ങുകളുണ്ട്. താലി കെട്ടുക, അല്ലെങ്കിൽ മോതിരമിടുക, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ തീക്ക് ചുറ്റും വലം വയ്ക്കുക, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അതൊന്നുമല്ല പറയുന്നത്. നിത്യനായ ദൈവത്തിന് മുമ്പിൽ, അവൻ്റെ സഭയുടെ മുൻപിൽ മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ എന്നുള്ള ഒരു ഉടമ്പടി എടുത്താണ് അവർ വിവാഹിതരാകുന്നത്. ആ ഉടമ്പടിയാണ് അവർ വിവാഹിതരാക്കുന്നത്. ഈ ഉടമ്പടിയിൽ ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മരണത്താലല്ലാതെ ആ ഉടമ്പടിയിൽ നിന്ന് മാറുവാൻ സാധിക്കില്ല. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഡൈവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മരണം വേർപിരിക്കുന്ന വരെയുള്ള ഒരു ഉടമ്പടി സ്വർഗത്തിലിരിക്കെ ഇവിടെ മനുഷ്യർ തമ്മിൽ ഡൈവോഴ്സ് ആക്കിയാലും ഈ സ്വർഗത്തിൽ ഉടമ്പടി മാറുകയില്ല. അതുകൊണ്ട് ഡൈവോഴ്സായി വേറെ വിവാഹം കഴിച്ചാലും അത് വ്യഭിചാരമല്ലാതെ ഒരിക്കലും ഒരു വിവാഹമാവുകയില്ല. വിവാഹം ഒന്നേ ഉള്ളൂ, മരണത്താൽ മാത്രമേ വേറൊരു വിവാഹം
സാധിക്കുകയുള്ളൂ. രണ്ടിലൊരാൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടാതെ രണ്ടാമതൊരു വിവാഹമില്ല. സോ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഡൈവോഴ്സിങ്. അങ്ങനൊരു കാര്യമേ വേദപുസ്തകത്തിൽ എടുത്തു പറയുന്നൊരു കാര്യമാണ് ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം കർത്താവ് നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ദൈവം എന്നേക്കുമായുള്ള നിത്യമായൊരു സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവമാകിയാൽ അതേ സ്നേഹം ഓരോ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വിവാഹത്തിൽ നമ്മൾ ഒന്നാമത് പറയുന്ന കാര്യം സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം എന്നാണ്. നമ്മളിങ്ങനെ തിരിച്ച് ചിന്തിക്കാം. കർത്താവ് പറയാണ്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. ഞാൻ എങ്ങനെ നിങ്ങളെ സ്നേഹിച്ചോ അതുപോലെ നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കുക. അപ്പം എങ്ങനെ വന്നു? സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. അപ്പോൾ ദൈവം എങ്ങനെ പുത്രനെ സ്നേഹിച്ചോ അതേ സ്നേഹം പുത്രനിൽ നിന്ന് പ്രാപിച്ച് ഭാര്യയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഭർത്താവിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ സ്വഭാവം അവൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് പകരുകയും ആ ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നിടത്താണ് ഒരു ക്രിസ്തീയ ജീവിതം ശരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിവാഹത്തിൽ നമ്മൾ സാധാരണ വിവാഹത്തിൽ എന്തൊക്കെയാണ് പങ്കുവയ്ക്കുന്നത്? സ്വത്ത്, പിന്നെ ഒന്നിച്ച് പോയി കറങ്ങാൻ പോകുന്നു, പിന്നെ ഒന്നിച്ചുള്ള എൻജോയ്മെൻറ്റ്സ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാട്ട് യു റിസീവ് ഫ്രം ദ ലോർഡ്, ദൈവത്തിൽ നിന്ന് എന്ത് നിങ്ങൾ സ്വീകരിക്കുന്നോ അത് പങ്കുവെക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ക്രിസ്തീയ വിവാഹത്തിൽ ഒരിക്കലും ഒരു ഡൈവോഴ്സ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല. കാരണം പിതാവ് എങ്ങനെയാണോ പുത്രനെ സ്നേഹിച്ചത്, പുത്രൻ എങ്ങനെയാണോ എന്നെ സ്നേഹിച്ചത്, അതേ സ്നേഹമാണ് ഒരു കുടുംബ ബന്ധത്തിനകത്ത് നടക്കേണ്ടത്. പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ അങ്ങനെ അല്ലെന്ന് നമുക്കറിയാം. ഇന്ന് എല്ലാവരും ജീവിക്കുന്ന എൻജോയ്മെൻറ്റിന് വേണ്ടിയാണ്, രസമാണ്. ചില ആൾക്കാർ പറയുന്നത് ഒരു രസമില്ല ബ്രദറെ എന്ന് പറയുന്നത്. ഒരു രസമില്ല. അപ്പോൾ രസമില്ലെങ്കിൽ എന്ത് ചെയ്യാം? രസം അന്വേഷിച്ച് പോവാം. എത്രയോ റെസ്റ്റോറൻറ്റുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് അല്ലേ? പണ്ടൊക്കെ വീട്ടിൽ വെച്ച് കഴിക്കുന്ന ആഹാരം കൊണ്ട് നമ്മൾ തൃപ്തരായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് രസം പ്രധാനമായതുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോലും നമ്മൾ തൃപ്തരല്ല. അത് പല സ്ഥലത്ത് പോയി പല ഫുഡ് കഴിച്ച് ഇത് കൊള്ളില്ല ബ്രദറെ, അത് കുറച്ചുകൂടെ നല്ലതാണ്. കാരണം എന്താ? ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സാറ്റിസ്ഫൈങ് ദ ഹങ്കർ, ഇറ്റ് ഈസ് അബൌട്ട് ഗെറ്റിംഗ് പ്ലഷർ. ഒരു വിവാഹ ജീവിതത്തിനകത്തും പ്ലഷറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, രസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ എപ്പോഴും ചിന്തിക്കുന്നത് ആ ആളിൽ നിന്ന് എനിക്ക് എന്ത് രസം കിട്ടും, ആ ആളെ എന്നെ എന്തുമാത്രം രസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ചോദ്യമല്ല ക്രിസ്തീയ വിവാഹത്തിലുള്ളത്. എനിക്ക് ആ ആളോട് എന്തുമാത്രം സ്നേഹമുണ്ട് എന്നുള്ളതാണ്. ദാറ്റ്സ് എൻ അൺകണ്ടീഷണൽ ലവ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ അൺകണ്ടീഷണൽ ലവ്. അതുകൊണ്ട് അൺകണ്ടീഷണൽ ആയതുകൊണ്ട് തന്നെ എത്ര ഉപദ്രവം ഉണ്ടായാലും ദർ ഇസ് നോ ക്വസ്റ്റൻ ഓഫ് ഡൈവോഴ്സ്. കാരണം എന്താണ്? ഇതൊരു അൺകണ്ടീഷണൽ ലവ് ആണ്. മരണം വരെ അത് അങ്ങനെ തന്നെ നിൽക്കണം. അങ്ങനെയാണ് ക്രൂശിലെ മരണത്തോളം കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിലേക്കാണ് ഇവർ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാ വിവാഹത്തിലും നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ദർ ഇസ് നോ ഡൈവോഴ്സ്. ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യർ ഒരിക്കലും വേർപിരിക്കരുത്. അതിൻ്റെ കാരണം അതെങ്ങനെയൊക്കെ വേർപിരിക്കാം? ആരെ വേർപിരിക്കാൻ പോകുന്നേ? പ്രത്യേകിച്ച് അമ്മായിപ്പനും അമ്മായിമ്മയും രണ്ട് സൈഡിൽ നിന്ന്. നീ അവൻ പറയുന്ന എല്ലാം ഒന്നും കേൾക്കേണ്ടത്. ഇപ്പോഴേ താണ് കൊടുത്താൽ അവർ നിന്നെ ഒതുക്കിക്കളയും. അപ്പം നീ കരുതി നിൽക്കണം. വീട്ടിൽ നിന്ന് കിട്ടുന്ന അഡ്വൈസ് പെൺപിള്ളേർക്ക്. തിരിച്ച് ആൺപിള്ളേർ അവളെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. നേരെ ചൊവ്വ നടത്തണമെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കണം. ഇതൊക്കെ ഇവർ തമ്മിലുള്ള ഈ ബന്ധത്തെ ഉലയ്ക്കാൻ പരിശ്രമിക്കുന്നത് ഒന്ന് അവരുടെ കുടുംബക്കാർ, പിന്നെ ആരായിരിക്കും? നാട്ടുകാരൊന്നും ശ്രമിക്കൊന്നുമില്ല. പിന്നെ ഇവർ തന്നെയാണ്, അവരവരെ തന്നെ. ഓ, നിന്നെ കല്യാണം കഴിച്ച അന്ന് മുതൽ വേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പം സത്യത്തിൽ ആ ബന്ധത്തെ വലിച്ചു പറിക്കുക നമ്മൾ. ബിക്കോസ് വി ആർ ബീയിങ് അൺഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. ദൈവത്തോട് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ വിവാഹത്തെ ചോദ്യം ചെയ്യുന്നത്, വേണ്ടായിരുന്നു ചിന്തിക്കുന്നത്, യു ആർ റിബലിങ് അഗൈൻസ്റ്റ് ഗോഡ്. കാരണം വിവാഹം ആരാ നടത്തുന്നത്? ദൈവമാണ് നടത്തുന്നത്. അപ്പോൾ ദൈവമാണ് നടത്തുന്നത്, ദൈവമാണ് തരുന്നതെങ്കിൽ നമ്മൾ തന്നെ വിവാഹത്തെ അസ്ഥിരമാക്കുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കരുത്. നെവർ വീക്കൻ ദ റിലേഷൻഷിപ്പ്. ഒരിക്കലും വിവാഹത്തെക്കുറിച്ച് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും നന്ദിയില്ലാത്തവരായി നിങ്ങൾ സംസാരിക്കുകയും വരുത്. കാരണം ദൈവം തന്നത് എന്നേക്ക് നിലനിൽക്കാനാണ്. അതിനെ ബലഹീനമാക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. വിവാഹിതരായ ദമ്പതികളുടെ ഭാഗത്തുനിന്ന് ജീവിതകാലം വരെയും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, സോ ഓൾവേസ് സേ താങ്ക്സ്, റിമെമ്പറിങ് ഈച്ച് അതർ. ഇപ്പം എല്ലാ ദിവസവും ഷാരോനും നിഖിലും വൈകിട്ട് പറയണം, രാവിലെയും പറയണം, ഉച്ചയ്ക്കും പറയണം, കർത്താവ് ഇദ്ദേഹത്തെ എനിക്ക് ഭർത്താവായി ഭാര്യയായി തന്നതിനായിട്ട് സ്തോത്രം. ഇറ്റ് ഈസ് യുവർ വിസ്ഡം. ഞാനതിന് ജീവിതകാലം മുഴുവൻ നന്ദിയുള്ള ആളായിരിക്കും. യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു ദ ലോർഡ് ഫോർ ദ മാരേജ്. അപ്പം ദൈവത്തിൻ്റെ നാമത്തെ അത് ഇവരോട് ഞാൻ പറയുമ്പം നിങ്ങളെല്ലാവരും അത് ഓർത്തോണം, എല്ലാവരും ഇത് പറയണം.
കർത്താവ് എനിക്ക് ഈ ആളെ തന്നെ ഭാര്യയായി തന്നതിനായിട്ട് സ്തോത്രം. എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ അതിനോട് ചേർത്താണ് പറയുന്നത്. അപ്പോൾ താങ്ക് ഗോഡ് ഫോർ യുവർ സ്പൗസ്. താങ്ക് ഗോഡ് ഫോർ ദാറ്റ് മാരിറ്റൽ റിലേഷൻഷിപ്പ്. ഇറ്റ്സ് എ ഹോളി റിലേഷൻഷിപ്പ്. അത് ദൈവം അനുവദിച്ചിരിക്കുന്ന പരിശുദ്ധമായൊരു ബന്ധമാണ്. അത് നമ്മളെ വിശദീകരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ നോക്കും, എൻ്റെ പാസ്റ്ററെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം, എൻ്റെ അവസ്ഥ എനിക്കേ അറിയത്തുള്ളൂ, ഞാൻ എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നറിയാം. അപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങളെ ഇത് ഏൽപ്പിച്ചത് നിങ്ങൾക്ക് മാത്രമേ അത് പറ്റൂ എന്നുള്ളത് കൊണ്ടാണ്. വെൻ യു ആർ ഗിവൺ എ ഡിഫിക്കൽട്ട് സ്പൗസ്, ഇറ്റ് മീൻസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഭാര്യയോ ഭർത്താവിനെ കിട്ടിയിരിക്കുന്നെങ്കിൽ അതിനർത്ഥം ദൈവം നിങ്ങളെ പ്രത്യേകമായി അതിനുള്ള കൃപ തരുന്നു എന്നുള്ളതാണ്. ദൈവത്തോട് ചോദിച്ചാൽ ഈ കൃപ എത്ര വേണമെങ്കിലും ലഭിക്കും. അതുകൊണ്ട് ചോദിക്കുന്നവർക്കെല്ലാം ഏത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളോടും ഒത്തു ജീവിക്കാനുള്ള കൃപ ദൈവം തരും. സ്തോത്രം ചെയ്താൽ മതി. കർത്താവ് ഇയാളെ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഇങ്ങനെ പറയാം, ഇയാളെ തന്നെ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഒന്നുകൂടെ കടത്തി വേറെ വഴി എത്ര പേര് പോയതാണ്, അവിടെ ഒന്നും കൊണ്ടേ ചാടിക്കാതെ ഇയാളെ തന്നെ എനിക്ക് തന്നതിനായിട്ട്. ഇന്ന് ഇങ്ങനെയല്ല പറയുന്നത്, എത്രയോ ആൾക്കാർ വന്നു പോയതാണ്, ഇയാളെ തന്നെയാണല്ലോ കർത്താവ്. അങ്ങനെ ആകരുത്. നേരെ തിരിച്ചു പറയണം, എത്രയോ ആൾക്കാർ, ദൈവം ഞാൻ എൻ്റെ ജീവിതം എന്തായി പോയതിന്, ഇത്രയും നല്ലൊരു ലൈഫ് എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. കാരണം ഗോഡ് ഡസ് എവറിത്തിങ് ഇൻ എ ബ്യൂട്ടിഫുൾ വേ. നമ്മൾ അവനെ സ്തോത്രം ചെയ്യുമ്പം ഇതെല്ലാം ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. ശരിയാണോ? ശരിയാണ്. ഓക്കെ. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ മനോഹരത്വം എന്ന് പറയുന്നത്, ഇതിനകത്തൊരു പ്രത്യേകമായൊരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്. ആ സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്നതല്ല, നിത്യമായ ഒരു ബന്ധത്തിൻ്റെ നിഴലാണ്. യേശു കർത്താവ് തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ, ഇതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, കർത്താവ് എങ്ങനെയാണോ സഭയെ സ്നേഹിച്ചത് അതുപോലെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. അപ്പം 2 കൽപ്പനകളാണ് അവിടെ ഉള്ളത്. അതെല്ലാ കല്യാണത്തിനും നമ്മൾ വായിക്കുന്ന കൽപ്പനയാണ്. നമ്മളത് വായിക്കാതെ വരെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായം, ഇവർക്കത് കാണാതെ അറിയാമായിരിക്കും, എന്നാലേ നമ്മളിത് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടാലേ പറ്റുള്ളൂ. 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ഓക്കെ. ഭാര്യമാരെ അങ്ങനെ ചിന്തിക്കരുത്, സകലത്തിലും ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. അങ്ങനെ കീഴടങ്ങിയിരിക്കുന്ന ഭാര്യമാരെല്ലാം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും അങ്ങനെ ആരും കാണുന്നില്ലായിരിക്കും അല്ലേ? ഉണ്ടോ? അടുത്ത വാക്യം, ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. അപ്പോൾ തല പറയുന്ന എല്ലാം ആര് കേൾക്കണം? എന്ത് പറഞ്ഞാലും കേൾക്കണം. അപ്പോൾ ഈ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞാൽ കർത്താവിനോട് പറയണം, കർത്താവ് ഈ മണ്ടത്തരം ചെയ്യിപ്പിക്കുന്ന ഒരാളെ തന്നെ എനിക്ക് തലയായിട്ട് തന്നതിനായിട്ട് ബുദ്ധി ദൈവം കൊടുത്തോളും. നിങ്ങളിൽ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്നൊരു കർത്താവ് നമുക്കുണ്ട്. അവൻ ഇഷ്ടംപോലെ ജ്ഞാനം നിങ്ങളുടെ എല്ലാ ഭർത്താക്കന്മാർക്കും കൊടുക്കുമാറാകട്ടെ. അടുത്തത്, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. സകലത്തിലും. അവിടെ വേറൊരു ചോദ്യമില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ? ഭാര്യമാർക്കെല്ലാം സന്തോഷമായില്ലേ? പക്ഷെ സാധാരണഗതിയിൽ ഭാര്യമാർ ഇത് വായിക്കാറില്ല. ഇത് ഭർത്താക്കന്മാരാണ് വായിക്കാറുള്ളത്. ഭർത്താക്കന്മാർ വായിച്ചിട്ട് ഭാര്യമാരോട് ചോദിക്കും, നീ കീഴടങ്ങിയിരിക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന എന്തെങ്കിലും നീ കേൾക്കുന്നുണ്ടോ? പക്ഷേ ശരിക്കും ഇത് ഭാര്യമാരെ എന്ന് വിളിച്ച് പ്രത്യേകമായിട്ട് ഭാര്യമാരോട് പറയുന്നൊരു കാര്യമാണ്. ഇത് ഭർത്താക്കന്മാർ ഒരിക്കലും വായിച്ചോ കുഴപ്പമില്ല, ഇത് എടുത്തുകൊണ്ട് വരരുത്. കാരണം നിങ്ങൾക്കുള്ള വചനമല്ല ഇത്. ശരിക്കും ഭാര്യമാർ മാത്രം വായിക്കുകയും ഭാര്യമാർ മാത്രം എടുത്തുകൊണ്ട് ചെല്ലുകയും ചെയ്യേണ്ട ഒരു വചനമാണ്. ഓക്കെ. ഇനി ഭർത്താക്കന്മാർക്കുള്ള താഴെ എഴുതിയിട്ടുണ്ട്. അതെന്താണ്? ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ ഭർത്താക്കന്മാർ പറയുന്ന കുറച്ചും കൂടെയൊക്കെ കീഴടങ്ങിയിരിക്കുന്ന, ആദ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ കീഴടങ്ങിയിരിക്കുന്ന ഭാര്യ ആയിരുന്നെങ്കിൽ ഞാൻ ശരിക്കും സ്നേഹിച്ചേനെന്നാണ്. പക്ഷെ കർത്താവ് സ്നേഹിച്ച സഭയുടെ അവസ്ഥ എന്തോ ശരിക്കും? ഈ സഭ ഭയങ്കര മോശമായിരുന്നു. ഇപ്പോഴും അങ്ങനെ ശരിയായിട്ടുണ്ടോ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇവിടെ ഇപ്പോഴും 21-ാം നൂറ്റാണ്ട്. അപ്പോൾ ഈ സഭ ശരിയായിട്ടുണ്ടോ? വിശ്വാസികൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ അതല്ല പ്രശ്നം. വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് ഇവരേത് പാരമ്പര്യത്തിലായിരുന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇവരൊക്കെ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? എന്നിട്ടും ഈ കർത്താവ് ഇവരിപ്പോഴും മാനസാന്തരപ്പെട്ടിട്ടില്ല. ഇവരിപ്പോഴും പാരമ്പര്യത്തിൻ്റെ ആൾക്കാരാണ്. അവരിപ്പോഴും പഴയ പാരമ്പര്യത്തിൻ്റെ പരിശോധനക്കാരാണ്. ക്രൂശിൻ്റെ ശക്തിയെ തള്ളിക്കളയുന്ന പഴയ പാരമ്പര്യത്തിൻ്റെ പരിശോധനക്കാരാണ് അവർ. ഓക്കെ. അപ്പോൾ ഇന്നും നന്നായിട്ടില്ല ഈ സഭ ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നു. എന്നിട്ടും കർത്താവ് ആ സഭയെ നന്നാക്കാൻ വേണ്ടി തൻ്റെ പ്രാണനെ നൽകി. അപ്പോൾ നല്ലൊരു ഭാര്യയല്ല കർത്താവ് സ്നേഹിച്ചത്, നന്നാക്കാൻ വേണ്ടിയാണ് സ്നേഹിച്ചത്. ആണോ? അപ്പോൾ ഭാര്യ നന്നായിരുന്നാൽ ഞാൻ സ്നേഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ എന്തായാലും കുഴപ്പമില്ല, ദൈവം എനിക്ക് തന്നതാണ്. സ്തോത്രം. ഞാൻ മരണം വരെയും കർത്താവ് എങ്ങനെ സഭയ്ക്ക് വേണ്ടി ജീവനെ ഏൽപ്പിച്ചു കൊടുത്തോ അതുപോലെ ഞാനും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇത് ഭർത്താവ്. അപ്പോൾ ആരുടെ പണി എളുപ്പം? ഭാര്യയുടെ പണിയാണോ ഭർത്താവിൻ്റെ പണിയാണോ എളുപ്പം? ഭാര്യയുടെ പണി എളുപ്പം. ഒന്നും ചെയ്യണ്ട, ഭർത്താവ് പറയുന്നവരെല്ലാം ചെയ്താൽ മതി. ഭർത്താവിൻ്റെ പണിയാണ് പാട്. എന്താ? കർത്താവ് എങ്ങനെ സ്നേഹിച്ചു അതുപോലെ. പക്ഷെ ദൈവം സഹായിച്ച് ഇങ്ങനെയുള്ള 2 കൂട്ടരും നമ്മുടെ ഇടയിലില്ല.
ഭർത്താവിന് എല്ലാത്തിനും കീഴടങ്ങിയിരിക്കുന്ന ഒരു ഭാര്യയോ, ഭാര്യയെ കർത്താവ് സ്നേഹിച്ച പോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവോ നമ്മുടെ ഇടയിൽ ഒന്നുമില്ല. മനുഷ്യരാൽ അത് അസാധ്യമാണ് താനും. പിന്നെ എന്തിനിത് പ്രസംഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ക്രിസ്തുവിൻ്റെ നിലവാരം. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നിലവാരം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളെല്ലാം അതിൻ്റെ താഴെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും കഷ്ടപ്പെടുന്നതും ഓടുന്നതും അധ്വാനിക്കുന്നതും എല്ലാം ഇവിടെ എത്താൻ വേണ്ടിയാണ്. ഈ നീതിയിലേക്ക് നോക്കിയാണ്, ഇതുപോലെ ആകാൻ വേണ്ടിയാണ്. അപ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും നമ്മൾ മരിക്കുന്ന വരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടിയാണ്. ഇതിൽ ഭാര്യയും ഭർത്താവിന് ഭാര്യ കീഴടങ്ങിയിരിക്കണം എന്ന് പറയുമ്പോൾ ഭാര്യമാർ വിചാരിക്കും ഇത് പണ്ട് കാലത്ത് മെയിൽ ഷുവനിസ്റ്റ് പിഗുകൾ, MCP എന്ന് വിളിക്കും. അതിന് മലയാളത്തിൽ എന്താ പറയുന്നത് അറിയാമല്ല, പുരുഷ മേധാവിത്വക്കാർ അവരുണ്ടാക്കി വെച്ച വചനമാണ് സ്ത്രീ എന്തിനാണ് കീഴടങ്ങിയിരിക്കുന്നത്. സ്ത്രീയും പുരുഷനും ഒന്നല്ലേ, ഒരേ സ്റ്റാറ്റസ് അല്ലേ, ഒരേ സ്റ്റാറ്റസാണ്. പിതാവും പുത്രനും തൃത്വത്തിൽ ഒരുപോലെയല്ലേ. പക്ഷെ പുത്രൻ എന്താ ചെയ്യുന്നത്? പിതാവിന് കീഴടങ്ങിയിരിക്കുന്നു. സമത്വമുള്ള തുല്യതയുള്ള പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൽ പുത്രൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ലൈഫിൽ നമുക്ക് എന്തെല്ലാം കാണാം? നായകനായ ഭർത്താവിനെയും കാണാം, കീഴടങ്ങിയിരിക്കുന്ന ആളെയും കാണാം. അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ആരാ മാതൃക? ആരാണ്? ക്രിസ്തുവാണ്. പിതാവിന് കീഴടങ്ങിയിരിക്കുന്നതിൽ ക്രിസ്തുവിനെ പോലെ, സഭയെ സ്നേഹിക്കുന്നതിൽ ക്രിസ്തുവിനെ പോലെ. മനസ്സിലായോ? അപ്പോൾ രണ്ടിനും മാതൃക ക്രിസ്തു. അപ്പം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വളരുന്നതനുസരിച്ചാണ് വിവാഹം മനോഹരമായി മാറുന്നത്. സാധാരണഗതിയിൽ കല്യാണം കഴിച്ച ആദ്യത്തെ 1-2 മാസം, 5-6 മാസം ഭയങ്കര ലവ് ആയിരിക്കും. അത് വികാരപരമാണ്, ഹോർമോണലാണ്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കെമിക്കലുകൾ കൊണ്ടാണത്. കാരണം പുതിയ ഒരാളെ കൂടെ കിട്ടിയിരിക്കുന്നു, ആ ഒരു സന്തോഷം. പതുക്കെ ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും ഇവർ പരസ്പരം ഈ സ്വഭാവം മനസ്സിലാക്കാൻ തുടങ്ങും. ഇങ്ങനെയായിരുന്നല്ലേ, അങ്ങനെ പതുക്കെ മനസ്സിലായി തുടങ്ങുന്ന ശബ്ദം നാട്ടുകാർ കേൾക്കാൻ തുടങ്ങും. ആദ്യം ഇങ്ങനെ പറയുന്ന, ആദ്യത്തെ 1 വർഷം ഭർത്താവ് സംസാരിക്കും, ഭാര്യ കേൾക്കും. 2ാമത്തെ വർഷം ഭാര്യ സംസാരിക്കും, ഭർത്താവ് കേൾക്കും. 3ാമത്തെ വർഷം ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നാട്ടുകാർ കേൾക്കുമെന്ന് പറയുന്ന അവസ്ഥയിലാണ്. പക്ഷേ കുറേ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഇവരുടെ ഉള്ളിൽ കർത്താവ് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ അതിജീവിക്കുന്നൊരു സ്നേഹം ഇവരുടെ ഉള്ളിലുണ്ടാകും. ആ സ്നേഹം വളർന്നു വരുള്ളൂ, ഒരിക്കലും കുറഞ്ഞു പോകില്ല. ഈ ഡോപ്പമിനെല്ലാം കുറഞ്ഞു പോയെങ്കിലും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രായമാകുന്തോറും അത് കൂടിക്കൂടി വരും. അതാണ് വിവാഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്ലോലി ഇറ്റ് വിൽ ഗ്രോ ഇൻ ടു എ മെച്യൂരിറ്റി. സ്നേഹം ഒരു മെച്യൂരിറ്റിയിലോട്ട് വളർന്നു വരണം. അപ്പോൾ അതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം, എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെ ലക്ഷ്യം. ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന പിള്ളേരുടെ ലക്ഷ്യം അതാണ്. ഓക്കെ, ഇതൊക്കെ കേട്ട് ഇനി വേണ്ട, ഇങ്ങനെയാണ് വേണ്ട. ശിഷ്യന്മാരും അങ്ങനെ പറഞ്ഞു. ഒരു ദിവസം കർത്താവ് പറഞ്ഞു വിവാഹം മോചനം പറ്റില്ല. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അയ്യോ ഒരു പെണ്ണിനെ കിട്ടി അങ്ങനെ ആ പെണ്ണിൻ്റെ കൂടെ ജീവിതം ജീവിക്കാനോ? നടക്കുന്ന കാര്യമല്ല. മോശം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉപേക്ഷണപത്രം കൊടുത്തിട്ട് വേണേൽ വിട്ടേക്കാൻ. കർത്താവ് പറഞ്ഞു മോശം അങ്ങനെ പറഞ്ഞത് കഠിനഹൃദയമുള്ളവന്മാരായതുകൊണ്ടാണ്. എന്നാൽ ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ആദമിന് ഹവ്വയെ കൊടുത്തപ്പോൾ വേണ്ടെങ്കിൽ നീ കളഞ്ഞേക്കാൻ പറഞ്ഞല്ല കൊടുത്തത്. കർത്താവിന് സഭയെ കൊടുത്തപ്പോഴും സഭയെ വേണ്ടാന്ന് കർത്താവിന് തോന്നാണ് വിട്ടേക്ക്. അങ്ങനെയല്ല, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. എന്നിട്ട് പറയുകയാണ് സ്ത്രീയും പുരുഷനുമായി കർത്താവ് അവരെ സൃഷ്ടിച്ചു, അവർ ഒരു ദേഹമായി തീരും. ഓക്കെ, എന്നിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ പറ്റില്ലെങ്കിൽ, അതായത് ഡൈവോഴ്സ് ഉള്ളൊരു സിസ്റ്റമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാ പറഞ്ഞത്. സ്വർഗരാജ്യത്തെ പ്രതി വേണമെങ്കിൽ ഷണ്ണന്മാരായിക്കോ, എന്നാലും ഡൈവോഴ്സ് ഞാൻ സമ്മതിക്കില്ല. സോ ഗോഡ് ഓണേഴ്സ് എ മാരേജ് എന്ന് മാത്രമല്ല, അത് എന്നേക്കും സ്ഥിരമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കാരണം എങ്കിൽ മാത്രമേ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം അവിടെ നിഴലിട്ട് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിനി ഇവരെ വീണ്ടും കാണുമ്പോഴും നമ്മളിനി ഇവരെ ഒത്തിരി പ്രാവശ്യം കാണും. കാരണം they will be active in the ministry. Many people will be blessed by them. നമ്മളിനി അവരെ കാണുമ്പോഴെല്ലാം ഇവരെ ഓർത്തും പ്രാർത്ഥിക്കണം, കർത്താവെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒരു വളർന്ന് മെച്യൂർ ആകുവാൻ, അനേകർക്ക് ആശ്വാസമായി മാറുവാൻ ഇവരെ കർത്താവിൽ നിന്ന് ഒരുക്കണമേ. കർത്താവ് വരുന്നതുവരെയും ഈ വിശുദ്ധീകരണത്തിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഇറ്റ് വിൽ നോട്ട് ബി ആൻ ഈസി വാക്ക്. പക്ഷേ തീർച്ചയായിട്ടും ദൈവം അതിനുള്ള കൃപ ഇവർക്ക് കൊടുക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സ്വർഗത്തിൽ. അവിടെ ഒരു വിവാഹത്തിനായിട്ട് അവനെ വിശ്വസിക്കുന്നവർ, സകല ജാതികളിൽ നിന്നും മതങ്ങളിൽ നിന്നും വർഗ്ഗങ്ങളിൽ നിന്നും ഉള്ളവർ. അപ്പോൾ പണ്ടൊരാൾ ചോദിച്ചു, ഈ സകല ജാതികളും ഗോത്രങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലേ പാസ്റ്ററെ? പറഞ്ഞു, ഉണ്ട്, എല്ലാവരും ഉണ്ട്. അയ്യോ, അവരുടെയൊക്കെ കൂടെ പോയിരുന്ന ആഹാരം കഴിക്കേണ്ടി വരുമല്ലേ അവിടെ സ്വർഗത്തിൽ? വരും. അയ്യോ,
അന്നേരം പുള്ളി ഞാൻ നീ വിഷമിക്കേണ്ട, എന്താ നീ എന്തായാലും അങ്ങോട്ട് പോകാൻ പോകുന്നില്ല, ഉണ്ടോ, ഡോൺ വറി അബൌട്ട് ദാറ്റ്. കർത്താവ് വരുന്നവരെ ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തുകയും അല്ലേ, ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്തെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യാൻ ഒരു കുടുംബത്തിന് മാത്രമല്ല ഒരു സഭയ്ക്കും അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് സഭയായിട്ട് നമ്മളിന്ന് പറയുകയാണ്, ഇതാണ് കർത്താവിൻ്റെ സ്വഭാവത്തിൽ. കർത്താവ് തേജസ്സിൽ വരുമ്പോൾ ഒരുപോലെ എടുക്കപ്പെടും. നമുക്ക് ഒരേ അവകാശങ്ങളാണ് കർത്താവ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ വിവാഹത്തിന് വേണ്ട എല്ലാ കൃപകളോടും നൽകി ഇവരെ വിശുദ്ധ വിവാഹത്തിലൂടെ യോജിപ്പിച്ച് എന്നേക്കും അങ്ങേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.